മഴത്തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ നീ ഒന്ന് പരിഭ്രമിക്കാതിരിക്കേ. നാളെ നേരെ ഒന്ന് വിളിക്കട്ടെ. അവൾ ഏതെങ്കിലും കൂട്ടുകാരുടെ അടുത്ത് പോകാനേ വഴിയുള്ളൂ. നീ അരുതാത്ത ഒന്നും വെറുതെ ചിന്തിക്കണ്ട. ഒന്ന് സമാധാനപ്പെട്. എങ്ങനെയാ സമാധാനപ്പെടാ? നേരം വിളിക്കുന്നവരെ കാത്തിരിക്കേ. അതിനുള്ളിൽ അവൾക്ക് എന്തെങ്കിലും വന്നാ? നീ വെറുതെ കരഞ്ഞു ബഹളം ഉണ്ടാക്കി ഒപ്പോളെ കൂടെ വിഷമിപ്പിക്കരുത്. അച്ഛനല്ലേ പറയുന്നത്, അവൾക്കൊന്നും സംഭവിക്കില്ല. കരയല്ലേ മോളെ. ഇത് കണ്ടുവന്ന ഇനി ഒപ്പോളും കൂടെ തുടങ്ങും. മോൾ അച്ഛൻ പറയുന്ന ഒന്ന് കേക്ക്. എന്തിനും നാളെ നേരെ ഒന്ന് വിളിക്കട്ടെ. കരയാതിരിക്കും നീ ഒന്ന്. എന്റെ ഈശ്വര, അവൾക്കൊരാപത്തും വരുത്തരുത്. ഗൗരിശങ്കർ അല്ലേ? അതെ. നിനക്ക് നന്ദിനി അറിയോ? നന്ദിനി എന്റെ കൂടെ പഠിക്കുന്നൊരു കുട്ടിയുണ്ട്. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ, നീ ബൈക്കിൽ കൊണ്ട് കറങ്ങാറുള്ള നന്ദിനി. അല്ല, ഇവരെന്തൊക്കെയാ പറയുന്നേ? അതെ, ഈ പെൺകുട്ടികളെ കൊണ്ട് കറങ്ങലല്ല എന്റെ പണി. പിന്നെ പലരും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ലിഫ്റ്റ് കൊടുക്കാറുണ്ട്. അത് നന്ദിനിക്കെന്നല്ല, എന്റെ കൂടെ പഠിക്കുന്ന ആർക്കും. അല്ല, എന്തായിപ്പോ നന്ദിനിയെ കുറിച്ച് എന്നോട് തിരക്കാൻ? അവളെ കാണാതായ നിന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോടാ ചോദിക്കുന്നേ? കാണാതാവേ? അപ്പൊ അവളെ കുറിച്ച് നിനക്കൊന്നും അറിയില്ലെന്നല്ലേ? സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കണം. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വിഷമമുണ്ട് അവളുടെ കാര്യത്തിൽ. വേണമെങ്കിൽ ഞാൻ കൂടെ വരാം അവളെ അന്വേഷിക്കാൻ. ചേച്ചി വിഷമിക്കാതിരിക്കെ. നമുക്ക് എവിടെയാണെങ്കിലും അവളെ കണ്ടുപിടിക്കാം. എല്ലാ സഹായത്തിനും ഞാനും കൂടെയുണ്ട്. അതല്ല, ചേച്ചിക്ക് ഇനിയും എന്നെ സംശയമാണെങ്കിൽ എന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം. നീ പറയുന്ന വിശ്വസിച്ച് ഞാൻ മടങ്ങിപ്പോവാൻ അത്ര മണ്ടിയൊന്നുമല്ല. എങ്കിലും പോവാ. പക്ഷെ ഒന്നോർത്തോ, നന്ദിനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. വല്ലാത്തൊരു ദിശയിലേക്ക് വഴിമാറി പോകുന്നു അല്ലേ കഥയും കഥാപാത്രങ്ങളും? ജീവിതം അങ്ങനെയല്ലേ? എല്ലാം അസംഭാവ്യങ്ങളാണല്ലോ. അതെ, ഒരിക്കലും സംഭവിച്ചുകൂടാൻ പാടില്ലാത്തതാ പിന്നെ അവിടെ നടന്നത്.
അവന്റെ ദുർനടത്തിക്കാരും മോളും കൂടി എന്താ ചെയ്ത അവളെ? പറയേ, എവിടെയാ അവള്? ഒന്നോ അതോ വിറ്റ് കാശാക്കിയോ? നന്ദിനി എവിടാന്ന് പറയാതെ തന്നെ ഇന്ന് അനന്തം വിടില്ല. തനിക്കുള്ളത് തന്നിട്ട് വേണം ബാക്കി തന്റെ പുന്നാര മോക്ക് കൊടുക്കാൻ. പറയണോ എവിടെ എവിടെ? എന്ത് വേണ്ടാന്ന്? നിന്റെ മോൾ എന്റെ നേരെ കൈയോങ്ങിയവളാ. അതിന്റെ പകരം ആദ്യം തനിക്കിരിക്കണം. Come on. അയ്യോ പ്ലീസ് പ്ലീസ് സാർ എന്നെ അച്ഛനെ കൊണ്ടുപോകല്ലേ പ്ലീസ് സാർ പ്ലീസ് അച്ഛാ അയ്യോ സാർ പ്ലീസ് എന്റെ അച്ഛനെ കൊണ്ടുപോകല്ലേ സാർ പ്ലീസ് എന്റെ അച്ഛനെ കൊണ്ടുപോകല്ലേ സാർ അയ്യോ പ്ലീസ് സാർ പ്ലീസ് അച്ഛാ 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 സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ഒരു ഉറുമ്പിനെ പോലും നുള്ളി നോവിക്കാനാവാത്ത സാത്വികനായ ഗോവിന്ദൻ മാഷ്ക്ക് വിധി സമ്മാനിച്ച ക്രൂരമായ പാരിതോഷികം കണ്ടില്ലേ? കയ്യബദ്ധം കൊണ്ട് കൊലപാതകയായി മാറേണ്ടി വന്ന അവസ്ഥ. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. ദുരന്തങ്ങൾ അർബുദം പോലെ ശ്രീദേവി അമ്മയെയും വീണയെയും പിന്നെയും കാർന്നു തിന്നുകയാണ്. കരയാതെ മോളെ, കാര്യം പറ. എങ്ങനെ അച്ഛനോട് ഞാൻ പറയാ? അല്ലാതെ തന്നെ ഒരുപാട് സങ്കടങ്ങൾ എന്റെ അച്ഛൻ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നിന്റെ വിഷമം എന്നോടല്ലാതെ വേറെ ആരോടാ പറയുക? അമ്മായിയുടെ വീടിന് ജപ്തി നോട്ടീസ് വന്നിരിക്കുക. ബാങ്കുകാരയച്ചതാ. ഇനിയിപ്പോ എന്താ ചെയ്യുക മോളെ? ഒപ്പോള് പാവം കിടപ്പിലുമാണ്. അല്ലെങ്കിൽ തന്നെ എവിടുന്ന് അതിനൊക്കെയുള്ള പണം ഒപ്പോൾ കൊണ്ടാക്കാൻ കഴിയുക? അമ്മായിയുടെ വീടിന്റെ ആധാരം കൈക്കലാക്കി അമ്മായിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഒപ്പിടിവിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് അവനാ, അനന്തൻ. അറിഞ്ഞോ അറിയാതെയോ എന്റെ കൈകൊണ്ടവന് മരണം സംഭവിച്ചെങ്കിലും അതിപ്പോ നന്നായെന്ന് തോന്നുന്നു. ഇനി അവൻ ആരെയും ദ്രോഹിക്കില്ലല്ലോ. ഒരാഴ്ചക്കകം പണം അടച്ചില്ലെങ്കിൽ ബാങ്കുകാർ വന്ന് വീട് ജപ്തി ചെയ്തുകൊണ്ട് പോവും. നമ്മളിനി എന്താ മോളെ ചെയ്യുക?
ഇനി ഞങ്ങള് തെരുവിൽ അന്തി ഉറങ്ങേണ്ടി വരില്ലേ? ആരാ പറഞ്ഞത് തെരുവിൽ ഇറങ്ങേണ്ടി വരുമെന്ന്? ആ ഒരു ഗതികേട് എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്റെ അമ്മായിക്കും മക്കൾക്കും ഉണ്ടാകില്ല. ദാ, വീടിന്റെ ആധാരം. മോളെ, ഈ ആധാരം മോക്ക് അമ്മായി വാങ്ങിക്ക്. ബാങ്കുകാർക്ക് അവരുടെ പണം കൊടുത്താ പോരെ? അത് ഞാൻ കൊടുത്തു. ആധാരം തിരിച്ചു വാങ്ങി. അതിന് മോക്ക് എവിടുന്നാ പണം? ഒരാവശ്യം വരുമ്പോ അത് കൂടാതെ കഴിയോ? അതൊക്കെ ഞാനുണ്ടാക്കി. അത് തന്നെയാ ചോദിച്ചത്. എവിടുന്നാ ഇതിനു വേണ്ടിയുള്ള പണം ഉണ്ടാക്കിയത്? പറഞ്ഞ അമ്മായി വഴക്കൊന്നും പറയരുത്. നാട്ടിലുള്ള ഞങ്ങളുടെ വീടും പറമ്പും വിറ്റു. മോളെ, അല്ലെങ്കിൽ തന്നെ ആർക്കു വേണ്ടിയിട്ടാ അവിടെ അങ്ങനെ ഒരു സ്ഥലം? ആരാ ഇനി അവിടേക്ക് തിരിച്ചു പോകുന്നത്? അത്രയധികം വെറുത്തു ആ വീടും നാടുമൊക്കെ. എന്നാലും ഇത് വേണ്ടിയില്ലായിരുന്നു. നിനക്കെന്ന് പറയാൻ ആകെ ഉള്ളത് അത് മാത്രമായിരുന്നില്ലേ മോളെ? എനിക്ക് വേണ്ടത് അതല്ല, നിങ്ങളെയൊക്കെ. അത് മാത്രം മതി എനിക്ക്. അത് വിറ്റത് ഗോവിന്ദൻ അറിഞ്ഞിട്ടാണോ? അച്ഛനറിയാത്ത ഒരു കാര്യവും എനിക്ക് എന്റെ ജീവിതത്തിലില്ല. അച്ഛന്റെ സമ്മതം വാങ്ങിയിട്ടാ ഞാനത് വിറ്റത്. ദാ, ഇത് നിന്റെ വീടാ. ഈ ആധാരം നീ തന്നെ വെച്ചോ. ഇത് നിനക്ക് അവകാശപ്പെട്ടതാ. ഒരവകാശം എനിക്ക് വേണ്ട. ഈ ആധാരം അമ്മായി തന്നെ വെച്ചേക്ക്. ഇതിൽ പര സന്തോഷം വേറെ ഒന്നും എനിക്കില്ല. എന്താ കുഞ്ഞലക്ഷ്മി, അകത്തേക്ക് വാ. ഇരിക്കെ. വേണ്ട മോളെ, ഞാൻ വേറൊരു കാര്യം അറിയിക്കാനാ വന്നത്. എന്താ? അത് പിന്നെ എന്താ കുഞ്ഞലക്ഷ്മി, നീ പറ. അത് വക്കീലിന്റെ അവിടുന്ന് ഹരി ഫോൺ ചെയ്തിരുന്നു. ഗോവിന്ദ മാസ്റ്റർ ജാമ്യാപേക്ഷ കീഴ്ക്കോടതി തള്ളി. എവിടെയായിരുന്നു നീ ഇത്രയും ദിവസം? ഞാൻ ഒരു കൂട്ടുകാരുടെ വീട്ടിലായിരുന്നു. കൂട്ടുകാരിയോ അതോ കൂട്ടുകാരനോ? പറ, നീ ആരുടെ കൂടെയായിരുന്നു ഒന്ന്? നിങ്ങളെന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? എന്താ പേടിപ്പിക്കുക? നിർത്തടി. കണ്ണി കണ്ടവന്മാരോടൊപ്പം കറങ്ങി നടന്നിട്ട് ഒരു നാണുമില്ലാതെ കേറി വന്ന് നീ ഇപ്പീ കാണിക്കുന്ന ധിക്കാരമുണ്ടല്ലോ, അതിന് മറുപടി പറയേണ്ടത് ശബ്ദം കൊണ്ടല്ല, കൈ കൊണ്ടാ. പക്ഷെ ഞാനത് ചെയ്യാതിരിക്കുന്നത് നിന്നെ പേടിച്ചിട്ടല്ല. നിന്നെ 10 മാസം ചുമന്ന ഒരു പാവ സ്ത്രീ ഇതിനകത്ത് കിടപ്പുണ്ട്. അവരെ മാത്രം ഓർത്തിട്ട. നിന്റെ അമ്മയെ മാത്രമല്ല, എന്റെ അച്ഛനെ നീ കുരുതി കൊടുത്തില്ലേടി. നീ ഒരുത്തി കാരണ എന്റെ അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. ഞാൻ കാരണം? അതെടി, നീ കാരണം. ഒരിക്കലും ഈ മണ്ണിൽ പറക്കാൻ അർഹതയില്ലാത്തവൻ ചത്തുപോയപ്പോഴും അതിന്റെ കുറ്റം എന്റെ അച്ഛന്. എല്ലാം നീ ഒരുത്തിയാ, നീ ഒറ്റൊരുത്തി. അമ്മാവ് ശിക്ഷ അനുഭവിക്കുന്നതേ ഞാൻ കാരണമല്ല, നിങ്ങൾ ചെയ്ത പാപം കൊണ്ട്. നിങ്ങൾ കാരണം കെട്ടിത്തൂങ്ങി ചത്തില്ലേ നിങ്ങളുടെ കൂട്ടുകാരി, അവളുടെ ശാപം കൊണ്ട്. അതേപറ്റി ഇനി ഒരു അക്ഷരം മിണ്ടി പോവരുത്. സത്യം അറിയാതെ വല്ലതും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ഇതായിരിക്കില്ല മറുപടി. സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കരുതി നിന്നെയൊക്കെ സ്നേഹിച്ചതിന്, നിന്നെ കാണാതായ നിമിഷം തൊട്ട് നിനക്ക് വേണ്ടി ഉള്ളിയൊരുക്കി കാത്തിരുന്നതിന് എനിക്കത് കിട്ടണം. ഇവിടെ വന്ന അന്ന് മുതൽ നിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. നിനക്കെപ്പോഴും നിന്റെ താല്പര്യങ്ങളേ ഉള്ളൂ. അതിനുവേണ്ടി മറ്റുള്ളവരുടെ വേദന കണ്ടില്ലെന്ന് നീ നടിക്കും. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ബന്ധങ്ങളെ തള്ളി പറയാൻ മടിക്കാത്ത നിനക്ക്
ഇതിനൊക്കെ ഒടുവിൽ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരൂടി. ഹലോ ഹലോ. എന്താ ശബ്ദമൊക്കെ വല്ലാതെ? എന്റെ ഗൗരി സമ്മാനിച്ച ആ ലോകത്തിലാണ് ഞാൻ. ഹലോ. ഹലോ 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 നന്ദിനി. ഹലോ. എന്റെ നന്ദിനിക്കുട്ടി ഇപ്പോ സ്വർഗത്തിലേക്ക് പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കുക. പാവം. ഇത്രയായിട്ടും വിധി അവരോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് തെല്ലുമായവ് വരുത്തുന്നില്ല. ദുരിതങ്ങളും ദുരന്തങ്ങളും വേട്ട നായ്ക്കളെ പോലെ അവരെ പിന്നെയും പിന്തുടരുകയാണ്. മര്യാദയ്ക്ക് കുഞ്ഞിനെ ഇറക്കി വിടുന്നുണ്ടോ? അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ശശാങ്കന്റെ വീട്ടിൽ വന്ന് ഒറ്റയ്ക്ക് പടപൊരുതാൻ നീ വലിയ കൊടികെട്ടിയ ജാൻസി റാണിയൊന്നും അല്ലല്ലോ. വന്ന വഴിക്ക് പോ. അല്ലെങ്കിലേ എന്റെ കൈക്കരുത്ത് നീ അറിയും. കൈക്കരുത്തൊക്കെ നിന്റെ ആ പെങ്ങളില്ലേ? ഗോപന്റെ ജീവിതം തകർത്ത ആ വൃത്തികെട്ടവൾ, അവളോട് കാണിച്ചാ മതി. സാർ അത് ആ കുട്ടിയോടെ പാവം, ആ കിടപ്പ് കണ്ട സഹിക്കില്ല. ഇന്ദുവിന്റെ ഈ അവസ്ഥ കണ്ട് അമ്മക്കുട്ടി പോലും ഭയന്നിരിക്കുക. ഗോപം വന്ന അമ്മക്കുട്ടിക്കെങ്കിലും ഒരു ആശ്വാസം ആവുമല്ലോ. ഡോക്ടറെ നിർദ്ദേശം ഗോപൻ വരണമെന്ന. മനസ്സുകൊണ്ട് പണ്ടേ ഞാൻ അതിനെ ഒരുക്ക. പക്ഷേ എങ്ങനെ അവൾ അഭിമുഖീകരിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാത്തത്. അത്രയ്ക്ക് വലിയ തെറ്റല്ലേ ഞാൻ അവളോട് ചെയ്തത്? ആദ്യം തന്നെ മനസ്സിൽ നിന്ന് ആ വക ചിന്തകളെല്ലാം ഒഴിവാക്കണം. കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. മറക്കാനും പൊറുക്കാനും കഴിയാത്തതായി എന്താ ഉള്ളത്? ഇന്ദു കണ്ണു തുറക്കുമ്പോ ആദ്യം അവൾ കാണേണ്ടത് ഗോപനെ ആയിരിക്കണം. ചോറൊക്കെ പോയല്ലോ, നമുക്ക് വേറെ വാങ്ങിക്കാട്ടോ. മോളെന്താ ഇങ്ങനെ നോക്കുന്നത്? മോളുടെ ആരാ ഇവിടെ? അമ്മ. മോളുടെ പേരെന്താ? അമ്മു. അമ്മുക്കുട്ടി. മോളുടെ അമ്മയുടെ പേരെന്താ? ഇന്ദു. മോളെ, മോൾക്ക് എന്നെ മനസ്സിലായോ? ഞാൻ മോളുടെ അച്ഛനാ, എന്റെ അമ്മക്കുട്ടിയുടെ അച്ഛൻ.
ഇന്ദുവിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഗോപന് അവൾക്ക് ഒരു ജീവിതം നൽകാൻ സാധിക്കുമോ? അജ്ഞാത രോഗത്തിന് അടിമപ്പെട്ട ഗോപന് ആയുസ് ഒരു കടങ്കഥയാകുമോ? അങ്ങനെ പറഞ്ഞ് കഥ ഇതുവരെയായി. പക്ഷേ മനസ്സിനെ കുത്തി നോവിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളും ബാക്കി. വേണിയെ നിഴൽ പോലെ പിന്തുടരുന്ന ആ അജ്ഞാതൻ ആരാണ്? എന്താണ് അയാൾക്ക്? വേണിയോട് വിദ്വേഷമോ അതോ സ്നേഹമോ? ഇതുവരെയുള്ള സംഭവങ്ങൾ വച്ച് നോക്കുമ്പോൾ 1000 ചോദ്യശരങ്ങൾ നമ്മെ വല്ലാതെ വീർപ്പുമുട്ടുകയാണല്ലേ. ആശങ്കകളുടെ ആഴക്കടലിൽ പെട്ടുപോയ അവസ്ഥ. എന്തായാലും വീർപ്പടക്കിക്കൊണ്ട് നമുക്കത് കാണാം. കാരണം കുറഞ്ഞ നാൾ കൊണ്ട് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുകയല്ലേ. ഇനിയുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് കാതോർത്തിരിക്കാം. അപ്പോ മറക്കരുത്, തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 6 മണിക്ക് നിങ്ങളുടെ ഏഷ്യാനെറ്റിൽ സ്വർണ്ണമയൂരം. മറക്കരുത്. ബൈ.